വെൽക്കം ടു കുക്കിംഗ് അവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വീറ്റ് ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഓവനിലൊന്നും അല്ല, കുക്കറിൽ, നമ്മുടെ വീട്ടിലുള്ള കുക്കറിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയപ്പം അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റീൽ സ്റ്റാൻഡും. ഇനി നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആട്ട ചേർക്കാം. ഇതുപോലെ ഒരു കപ്പിനാണ് ഞാൻ ആട്ട എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതുപോലൊരു ഫോർക്കോ അല്ലൊരു സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വച്ചേക്കുന്ന പൊടി ചേർക്കാം. നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഞാനിതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ശകലിച്ചായിട്ട് ചേർക്കണം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് നല്ലതായിട്ട് കുഴച്ച് കൊടുക്കണം. ഈ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ബോളാക്കി നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഇത്രയും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ചെയ്തോളൂ. ഇനി നമുക്ക് ഈ ടിന്നിലേക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഇതുപോലെ ഞാൻ എല്ലാം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ കുക്കർ ഇവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് വെക്കാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ വാഷറും വെയിറ്റും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വീറ്റ് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.